പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ വാർത്താ പ്രഭാതത്തിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 18 മിനിറ്റ്. നമ്മുടെ ട്രെയിനിൽ എത്രത്തോളം യാത്ര സുരക്ഷിതമാണ്? നമ്മൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഇന്നലെ ഒരു യുവതിയെ, ശ്രീകുട്ടിയെ, ഈ ഓടുന്ന ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ ഞെട്ടലോടുകൂടിയാണ് നമ്മളത് കേട്ടത്. പക്ഷേ വൈകുന്നേരമാകുമ്പോഴേക്കും വീണ്ടും മറ്റൊരു വാർത്ത കൂടി നമ്മൾ കേൾക്കുന്നു. ട്രെയിനിൽ വീണ്ടും ഒരു അതിക്രമത്തിന്റെ വാർത്ത. ഇന്നലെ സംഭവിച്ചത് കേരള എക്സ്പ്രസിലാണെങ്കിൽ ഇന്നത് ഗുരുദേവ് എക്സ്പ്രസിലാണ്. ഗുരുദേവ് എക്സ്പ്രസിലെ TTA യാത്രക്കാരൻ മദ്യലഹരിയിൽ ആക്രമിച്ചു. നാഗർകോവിൽ നിന്ന് ഷാലിമാറിലേക്ക് പോയ ട്രെയിനിൽ ഇരിങ്ങാലക്കുടയ്ക്കും തൃശ്ശൂരിനും ഇടയിൽ വെച്ചായിരുന്നു ആക്രമണം. ഞായറാഴ്ച രാത്രി 10 മണിയോടെ ടിക്കറ്റ് പരിശോധനയ്ക്കിടെ ട്രെയിനിൽ നിന്ന് താഴേക്ക് വലിച്ചിടാൻ ശ്രമിച്ചു. TT സ്ക്വാഡ് ഇൻസ്പെക്ടർ AS അനൂപിന്റെ വലത് കൈക്ക് പരിക്കേറ്റു. പാലക്കാട് കാഞ്ഞിരപ്പുഴ സ്വദേശി നിധിനെ റെയിൽവേ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ലെബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലെബി, എപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്? TT-മാരെ ആക്രമിക്കുന്നവരെക്കെതിരെ റെയിൽവേ പോലീസ് ആണെങ്കിൽ പോലും കൃത്യമായ നടപടി എടുക്കുന്നില്ല. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതേയുള്ളൂ. ഇന്നലെ മറ്റൊരു TT ആക്രമിച്ച വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ ഒരു TT-യെ കൂടി ആക്രമിക്കുന്നു. യുവതിയെ തള്ളിയിട്ടതിന്റെ അതേ മാതൃകയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിടാൻ ശ്രമിച്ചുവെന്നാണ് അറിയുന്നത്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഈ തീവണ്ടി യാത്ര അത്ര സുരക്ഷിതമല്ലെന്ന ഒരു മട്ടിലേക്ക് മാറിയിട്ടുണ്ടോ ലെബി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. തീർച്ചയായും ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ്. ഈ പ്രതിയുടെ വിശദാംശങ്ങൾ ആദ്യം ഒന്ന് വ്യക്തമാക്കട്ടെ ഡോക്ടർ അരുൺ. പാലക്കാട് കാഞ്ഞിരപ്പുഴ തോണല്ലൂർ വീട്ടിൽ 37 വയസ്സുള്ള നിധിൻ, ഇയാൾ മദ്യലഹരിയിലായിരുന്നു. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഇയാളോട് ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടപ്പോൾ ടിക്കറ്റ് TTയുടെ ട്രെയിനിൽ തന്നെ TTക്ക് പുറമെ റെയിൽവേയുടെ ടിക്കറ്റ് പരിശോധിക്കുന്ന സ്ക്വാഡ് വേറെയുണ്ട്. അതിൽ ഇൻസ്പെക്ടറാണ് എറണാകുളം സ്വദേശി സനൂപ് വേഗം ടിക്കറ്റ് ഇല്ലാത്തവർ ഇവിടെ നിന്ന് മാറണം എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ നിന്നെ കൂടെ കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഓടുന്ന ട്രെയിനിൽ, അതിവേഗത്തിൽ ഓടുന്ന ട്രെയിൻ, രാത്രി 10 മണിയാണ് സമയം, TTയുടെ കൈ പിടിച്ചുകൊണ്ട് താഴേക്ക് എടുത്ത് ചാടുകയാണ്. അതായത് മദ്യലഹരിയിലായിരുന്ന ഇയാൾ TTയുടെ ജീവൻ അപായപ്പെടുത്താൻ വേണ്ടി ഇയാളെ അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് ചാടുകയാണ്. ഈ സമയത്ത് ഭാഗ്യത്തിന് ഈ വാഷ് ബേസിനോട് ചേർന്നുള്ള ഒരു കൈപ്പിടിയിൽ പിടുത്തം കിട്ടിയതിനാൽ അതിൽ തൂങ്ങിക്കിടന്നു. അതുകൊണ്ട് മാത്രം ട്രെയിനിനടിയിലേക്ക് പോയില്ല. ഉടൻ തന്നെ മറ്റ് സഹജീവനക്കാർ ഓടി വന്ന് ഇവർ രണ്ടുപേരെയും വലിച്ച് ട്രെയിനിനകത്തേക്ക് കയറ്റുകയായിരുന്നു. അങ്ങനെ മുടിനാരിഴയ്ക്കാണ് ഈ സനൂപിന് ജീവൻ തിരിച്ചു കിട്ടിയത്. ഈ ട്രെയിനിൽ ഇത്തരത്തിൽ യാത്രക്കാർ മദ്യലഹരിയിൽ യാത്ര ചെയ്യുന്നു. ഇതിന് യാതൊരു നിയന്ത്രണവുമില്ല. മദ്യലഹരിയിൽ നിൽക്കുന്നവരോട് ടിക്കറ്റ് ചോദിക്കാൻ TT-മാർക്ക് ഭയമാണ്. ഞായറാഴ്ച രാത്രി 10 മണിയോടെ ഇരിങ്ങാലക്കുടയ്ക്കും തൃശ്ശൂരിനും ഇടയ്ക്ക് വച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഉടൻ തന്നെ ഇയാളെ കൈയോടെ പിടികൂടി ഈ സഹജീവനക്കാർ തന്നെ റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് പിടികിട്ടി. അതല്ലെങ്കിൽ റെയിൽവേ പോലീസ് പറയുന്നത് പ്രതിയെ പിടികൂടാനായില്ല എന്നുള്ള ന്യായമാണ്. മറ്റൊരു കാര്യവും പ്രധാന പരാതിയായി വരുന്നുണ്ട്. ഇത്തരം ക്രിമിനലുകളെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കുന്നത് പതിവാകുന്നവരെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ TT-മാർ പരാതിപ്പെട്ടാലും അവരുടെ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് അടുത്ത ട്രെയിനിൽ കയറ്റി മറ്റൊരു സ്റ്റേഷനിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വളരെ ലാഘവബുദ്ധിയോടെ റെയിൽവേ പോലീസ് ഇതിനെ സമീപിക്കുന്നുണ്ട്. TT-മാരുടെ ജീവന് സുരക്ഷയില്ല, യാത്രക്കാരുടെ ജീവന് സുരക്ഷയില്ല. ഇതുപോലെ മദ്യലഹരിയിലുള്ളവർ, മറ്റു മനോവൈകല്യമുള്ളവർ, ഭിക്ഷക്കാരെന്ന് തോന്നുന്നവരെല്ലാം ട്രെയിനിൽ തോന്നുന്നപടിയെ കയറുന്നു. ഇവർക്കൊന്നും യാതൊരു നിയന്ത്രണവുമില്ല ഡോക്ടർ. അപ്പോൾ താങ്ക് യു ലെബി. ലെബി പറഞ്ഞതുപോലെ യാത്രക്കാരുടെ അവസ്ഥ വളരെ മോശമാണ്. TTക്ക് തന്നെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സദേൺ റെയിൽവേ പ്രത്യേകം ശ്രദ്ധയുണ്ടാക്കുക. റെയിൽവേ മൊത്തത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കുറെ ക്രിമിനലുകളെല്ലാം ഈ തീവണ്ടിയിൽ യാത്ര ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. മദ്യപിച്ച് 2 വാട്ടീസ് അടിച്ചിട്ട് ഉള്ളിൽ കയറിയിട്ട് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് ഇറക്കി വിടുക എന്നുള്ളതാണ്. ഒരു കാലത്ത് റെയിൽവേയിൽ മദ്യപിച്ചിട്ട് യാത്ര ചെയ്യാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ മദ്യപിച്ച് യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ള യാത്രക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. റെയിൽവേയിലെയും RPF-ൻ്റെയും ഒന്നും ചില സ്ഥലങ്ങളിലൊന്നും കാര്യമായിട്ടുള്ള നിരീക്ഷണം പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം.